നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് നമ്മുടെ കണ്ണിനുള്ളിലെ ഞരമ്പ് റെറ്റിനയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ ഒരു സ്കാൻ റിപ്പോർട്ടാണ്. ഇത് മാക്യുലാർ എഡിമ എന്ന് പറയും. പ്രമേഹമുള്ള ആളുകളിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് പ്രമേഹം കണ്ണിനെ ബാധിക്കും അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ മാക്യുലാർ എഡിമ, ഡയബറ്റിക് മാക്യുലാർ എഡിമ എന്ന് പറയുന്നത്. ഇതുള്ള ആളുകളിൽ വസ്തുക്കളെയൊക്കെ രണ്ടായിട്ട് കാണും. ഡബിൾ വിഷൻ എന്ന് പറയും. അതുപോലെ തന്നെ മൊത്തത്തിലൊരു മഞ്ഞ് മൂടിയതുപോലെ കാഴ്ച മങ്ങിപ്പോകും. ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിന് മോഡേൺ മെഡിസിനിൽ കണ്ണിനുള്ളിലേക്ക് മരുന്നുകൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ ആയുർവേദത്തിൽ ആ കണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ തലയിലേക്ക്, ഇപ്പോൾ ശിരോവേഷ്ടനം എന്ന് പറയും, അതായത് മരുന്നുകൾ അരച്ച് തലയിൽ ചെയ്യുന്ന ലേപനങ്ങൾ, കണ്ണിന് മുകളിൽ ചെയ്യുന്ന ലേപനങ്ങൾ, ചില പ്രത്യേക രീതിയിലുള്ള കഷായങ്ങൾ കൊണ്ട് കണ്ണിലേക്ക് ചെയ്യുന്ന ധാരകൾ, നേത്രധാരകൾ, ഇതുപോലുള്ള ചികിത്സയിലൂടെ ഈ കണ്ണിനുള്ളിലുണ്ടായിട്ടുള്ള ആ നീർക്കെട്ടിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ നീർക്കെട്ടിനെ മാറ്റാനും കാഴ്ച നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാനും ആയുർവേദ ചികിത്സയിലൂടെ സാധിക്കും എന്നുള്ളതാണ്.